നിരാശ ജീവിതത്തെ കാർന്നു തിന്നുവാൻ തുടങ്ങുമ്പോൾ പലരും ആത്മഹത്യ പരിഹാരമായി കണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കാതെ അതിനെ സധൈര്യം നേരിടാൻ ശ്രമിക്കുമ്പോൾ നാം അറിയാതെ പരിഹാര മാർഗങ്ങൾ തുറക്കപ്പെടും. അതിന് ഈശ്വര വിശ്വാസം ഏറെ സഹായിക്കുന്നു. നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ ഉത്സാഹമില്ലാതെയായി നിഷേധാത്മക ചിന്തകൾ മാത്രമാകും മനസ്സിലേക്ക് കടന്നു വരിക. ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ശക്തി അനുഭവവേദ്യമായാൽ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മളിൽ ഉടലെടുക്കും. നിരാശ ജീവിതത്തെ അടിമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു വെള്ളപ്പേപ്പർ എടുത്ത് നടുക്കൂടെ വരയിട്ട് ഒരു വശത്ത് നിരാശയുടെ കാരണങ്ങൾ ഒന്ന് എഴുതി നോക്കാൻ നാം ശ്രമിക്കാറുണ്ടോ? മറുവശത്ത് നമുക്ക് അതുവരെ നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എഴുതി നോക്കിയാൽ നാം നിരാശപ്പെടുന്നതിന് അടിസ്ഥാനം എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കും. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ രചയിതാവായ വിൻസെന്റ് പീലിനോട് വളരെ നിരാശയിൽ അകപ്പെട്ട വ്യക്തി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞാനിപ്പോൾ ഇരുട്ടിൽ അകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗം മുമ്പിലില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞപ്പോൾ വിൻസെന്റ് പീൽ നൽകിയ പരിഹാരമാർഗമായിരുന്നു വെള്ളക്കടലാസിൽ വരയിട്ട് വരയുടെ ഇടതുവശത്ത് അയാൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്നുപോലെ നഷ്ടപ്പെടാതെ എഴുതുവാൻ പറഞ്ഞു. വരയുടെ വലതുഭാഗത്ത് അയാൾക്ക് നഷ്ടപ്പെടാതെ ഇനിയും എന്തൊക്കെയുണ്ട് എന്ന് എഴുതുവാനും നിർദ്ദേശിച്ചു. ഇടതുവശത്ത് തനിക്ക് എഴുതുവാൻ ധാരാളമുണ്ടെന്നും വലതുവശത്ത് എഴുതുവാൻ തന്റെ പക്കൽ ഒന്നുമില്ല എന്നും അദ്ദേഹം സങ്കടത്തോടെ മൊഴിഞ്ഞു. ഇത് കേട്ടിട്ട് വിൻസെന്റ് പീൽ ശാന്തനായി അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിട്ടുപോയത്? ചോദ്യം കേട്ടയുടനെ നിരാശിതനായിരുന്ന വ്യക്തി അല്പം ദേഷ്യത്തോടെ തന്നെ മറുപടി നൽകി, എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ട്, അവൾ എന്നോടൊപ്പം എന്റെ എല്ലാ അവസ്ഥയിലും കൂടെയുണ്ട്. വിൻസെന്റ് പീൽ പറഞ്ഞു, തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വലതുവശത്തെ കോളത്തിൽ അത് എഴുതണം. ഇനി നിങ്ങളുടെ മക്കളെല്ലാം കൂടെയുണ്ടോ, അതോ അവർ നിങ്ങളെ വിട്ടുപോയോ? വീണ്ടും അയാൾ മറുപടി പറഞ്ഞു, എന്റെ മക്കൾ എന്നോടൊപ്പമുണ്ട്, അവരെങ്ങും പോയിട്ടില്ല. ഉടനെ വിൻസെന്റ് പീൽ പറഞ്ഞു, കൊള്ളാമല്ലോ, അപ്പോൾ പിന്നെ വലതുവശത്തെ കോളത്തിൽ അത് എഴുതി ചേർക്കാമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഏതോ രോഗം പിടിപെട്ട് ആശുപത്രിയിലായിരുന്നില്ലേ? അല്ല, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് ആശുപത്രിയിലാകത്തക്ക അസുഖമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ആകെ മനസ്സിന് മാത്രമേ പ്രയാസമുള്ളൂ എന്നൽപ്പം നീരസത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു. ആഹാ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കാര്യമായി അതെഴുതൂ, വിൻസെന്റ് പീൽ ശാന്തനായി മൊഴിഞ്ഞു. അങ്ങനെ കുറെ ചോദ്യങ്ങൾ കൂടി പീൽ ചോദിച്ചു. അതിന്റെ എല്ലാം ഉത്തരങ്ങൾ എഴുതി കടലാസിന്റെ വലതുവശം നിറഞ്ഞു. അപ്പോഴേക്കും പീൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിരാശിതനായിരുന്ന വ്യക്തിക്ക് മനസ്സിലായിരുന്നു. അത്ഭുതമായിരിക്കുന്നു, ഇപ്രകാരം ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിന് വല്ലാതെ മാറ്റമുണ്ട്, അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ സാഹചര്യം തന്നെ മാറിപ്പോകും. നമ്മുടെ നഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും മാത്രം നോക്കിയിരുന്നാൽ നിരാശ വർദ്ധിക്കുകയേ ഉള്ളൂ. നല്ല ഒരു ചെരുപ്പിടാൻ കഴിയില്ല എന്ന് പരാതിപ്പെടുന്നയാൾ കാലില്ലാത്തവരെ നോക്കുമ്പോൾ ചിന്തകൾക്ക് മാറ്റം വരും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഇല്ലാത്തതിനെ ഓർത്തും നഷ്ടപ്പെട്ടതിനെ ഓർത്തും നിരാശപ്പെടാതെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായി മാറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.